ഒരു കൊലപാതക കേസ് തെളിയിക്കാൻ ചത്തപൂച്ചയ്ക്ക് പുറകെ പോയതിന് കേരള പോലീസ് പഴികേട്ട കഥയാണിത്. അതെ, ചത്തപൂച്ച കേസ് തെളിയിച്ച സംഭവ കഥ. വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? പക്ഷെ വിശ്വസിച്ചേ മതിയാകൂ. കേരള പോലീസിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് തോന്നിയ ചെറിയ സംശയം ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ച ക്രൈം ത്രില്ലറുകളെ പോലും വെല്ലുന്ന ചത്തപൂച്ച തെളിയിച്ച കേസ്. ഒരിക്കലും പിടിയിലാകില്ലെന്നും അതിസമർത്ഥനെന്നും സ്വയം കരുതിയ കൊലപാതകിയെയും പൂച്ചയ്ക്ക് പുറകെ പോയതിന് കേട്ട പഴികളെയും സമർത്ഥരായ പോലീസുകാർ കീഴ്പ്പെടുത്തിയ ഈ കേസിന്റെ നാൾവഴികൾ തീർത്തും അവിശ്വസനീയമാണ്. വർഷം 2008. ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്ങരയിലെ പന്തിയൂർ പാടത്ത് ഒരു കുളമാണ് പശ്ചാത്തലം. 2 പാദങ്ങൾ കുളത്തിനു മീതെ പൊന്തിക്കിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത്. മുൻ DGP ജേക്കബ് പുന്നൂസ് ചത്തപൂച്ച തെളിയിച്ച കേസെന്ന് വിശേഷിപ്പിച്ച ആദ്യമായി കേരള പോലീസ് ഒരു ചത്തപൂച്ചയ്ക്ക് വേണ്ടി മഹസർ എഴുതിയ അപൂർവമായ ഒരു കൊലപാതക കേസിന് അവിടെ നിന്നാണ് തുടക്കമായത്. പോലീസ് സ്ഥലത്തെത്തി. കുളത്തിൽ കണ്ട മൃതദേഹം കരക്കെടുത്തു. ആർക്കും കണ്ടു നിൽക്കാവുന്ന കാഴ്ചയായിരുന്നില്ല അത്. മൃതദേഹം തീർത്തും അഴുകിയിരുന്നെങ്കിലും സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞു. കുത്തിക്കീറിയ വയറിനുള്ളിൽ നിന്നും കുടൽമാലയുൾപ്പെടെ പുറത്ത് ചാടിക്കിടക്കുന്നു. കുളത്തിൽ താഴ്ന്നു പോകാനായി ശരീരത്തിൽ കെട്ടിവെച്ച വേലിക്കല്ല്. അവർ ഉടുത്തിരുന്ന സാരി കൊണ്ട് തന്നെ 2 കാലുകളും കൂട്ടിക്കെട്ടിയിട്ടുമുണ്ട്. അതിപൈശാചികമായ കൊലപാതകം. പ്രദേശവാസികൾക്കൊന്നും ഈ സ്ത്രീയെ പരിചയമില്ല. അടുത്ത നാട്ടിലെങ്ങും ഇതേ പ്രായത്തിലുള്ള സ്ത്രീകളെ കാണാനില്ലെന്ന് പരാതിയുമില്ല. കൊലപാതകയ്ക്കൊപ്പം കൊല്ലപ്പെട്ടയാളെയും കണ്ടെത്തേണ്ട സ്ഥിതി. പോലീസ് ആകെ കുഴങ്ങി. കായംകുളം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഹരികൃഷ്ണനായിരുന്നു അന്വേഷണ ചുമതല. മൃതദേഹം കണ്ടെടുത്ത കുളം സമീപ പ്രദേശങ്ങളും പരിശോധിക്കുന്നതിനിടെ സമീപത്തെ സർപ്പക്കാവിൽ നിന്നും വളരെ ദുസ്സഹമായ ദുർഗന്ധം പരക്കുന്നത് അന്വേഷണ സംഘം ശ്രദ്ധിച്ചു. അവിടെ പരിശോധിച്ച പോലീസ് കണ്ടത് ഒരു പൂച്ച ചത്തുചീഞ്ഞു കിടക്കുന്നതാണ്. CI ഹരികൃഷ്ണന് ചില സംശയങ്ങളുണ്ടായി. കുളത്തിൽ നിന്നും ലഭിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനൊപ്പം ആ ചത്തപൂച്ചയുടെ മൃതദേഹവും പരിശോധിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഫോറൻസിക് സർജൻ പോലും അദ്ദേഹത്തെ പിന്തുണച്ചില്ല. അദ്ദേഹം കൈയൊഴിഞ്ഞ അവസ്ഥയിൽ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് വെറ്ററിനറി സർജനായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് കേസിൽ വലിയ ട്വിസ്റ്റ് സംഭവിച്ചത്. പൂച്ചയുടെയും സ്ത്രീയുടെയും മരണകാരണമായത് ഒരേ വിഷം, ഫ്യൂരിഡൻ കലർന്ന ഒരേ ഭക്ഷണമാണ് മരണകാരണമായത്. 2 മരണങ്ങളും സംഭവിച്ചത് ഏകദേശം ഒരേ സമയത്താണെന്നും കണ്ടെത്തി. പക്ഷെ ദിവസങ്ങൾ പോയിട്ടും കൊലപാതകിയെ പോയിട്ട് മരിച്ചതാരാണെന്ന് പോലും പോലീസിന് കണ്ടെത്താനായില്ല. ചത്തപൂച്ചയുടെ ഉടമയായിരിക്കും കൊലപാതകി എന്ന നിഗമനത്തിൽ പോലീസ് പൂച്ചയുടെ ചിത്രം ഉപയോഗിച്ച് അന്വേഷണം ആരംഭിച്ചു. പൂച്ചയുടെ മഹസർ എഴുതി, പോസ്റ്റ്മോർട്ടം നടത്തി. പൂച്ചയ്ക്ക് പുറകെ അന്വേഷണവുമായി പോലീസ് കേട്ടത് വലിയ പഴികളായിരുന്നു. എന്നാൽ പരിഹാസങ്ങളെല്ലാം അഭിനന്ദനത്തിന് വഴിമാറിയത് ചെറിയ കാലം കൊണ്ടായിരുന്നു. പൂച്ചയുടെ ഉടമസ്ഥനെ അന്വേഷിച്ചെത്തിയ പോലീസുകാർ അവരെ കണ്ടെത്തി. പൂച്ച ചത്ത കാര്യമൊന്നും അവർ അറിഞ്ഞിട്ടില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ മരണ തീയതിയോടടുത്തു തന്നെയാണ് പൂച്ചയെ കാണാതായതെന്ന് അവർ ഓർത്തെടുത്തു. ഇതോടെ പോലീസുകാർ ഈ വീടിനോട് ചുറ്റിപ്പറ്റി അന്വേഷണം തുടങ്ങി. എന്നിട്ടും കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തെളിവുകളും ശേഖരിക്കാനായിരുന്നില്ല. വീട്ടുകാർക്ക് കൊലപാതകത്തിൽ പങ്കില്ലെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം പരിസര പ്രദേശങ്ങളെ നിരീക്ഷണത്തിലാക്കി. പ്രദേശവാസിയായ പാത്രക്കച്ചവടക്കാരൻ ജലാലുദ്ദീനെ കുറിച്ച് അതിനിടെയാണ് പോലീസ് കേൾക്കുന്നത്. പല നാടുകളിൽ പാത്രക്കച്ചവടവുമായി സഞ്ചരിക്കുന്ന ജലാലുദ്ദീനെ നാട്ടുകാരിൽ പലരെയും എന്ന പോലെ വെറുതെ പോലീസ് ബന്ധപ്പെട്ടു. പക്ഷേ പല കാര്യങ്ങൾ പറഞ്ഞ് അയാൾ അന്വേഷണ സംഘത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. ഇതോടെയാണ് CI ഹരികൃഷ്ണന് സംശയമുണ്ടാകുന്നത്. വിളിക്കുമ്പോഴൊക്കെയും യഥാർത്ഥത്തിൽ താഴെയുള്ള സ്ഥലമായിരുന്നില്ല ഇയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നത്. സൈബർ സെൽ ഇക്കാര്യം സ്ഥിരീകരിച്ചതോടെ സംശയം ബലപ്പെട്ടു. ഒരിക്കൽ ഇയാൾ വീട്ടിലെത്തിയ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് കണ്ടെത്തിയതോടെ അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പാത്രക്കച്ചവടത്തിനിടെ കരുവാറ്റക്കാരിയായ പങ്കജാക്ഷിയെ പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്ത സംഭവം പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ച സംഭവം പ്രതി വിവരിച്ചു. പാത്രക്കച്ചവടത്തിന് പോയ ജലാലുദ്ദീൻ പങ്കജാക്ഷിയുമായി സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് പ്രണയത്തിലായി. ഇവരുടെ ആഭരണങ്ങളും പണവും കൈക്കലാക്കി ആഡംബര ജീവിതം നയിച്ചു. ഇത് തിരികെ ചോദിച്ചതാണ് വൈരാഗ്യമായത്. ആഭരണങ്ങൾ തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് ജലാലുദ്ദീൻ പങ്കജാക്ഷിയെ തിരുവനന്തപുരത്തെത്തിച്ചു. പകൽ മുഴുവൻ ചുറ്റിക്കറങ്ങിയ ശേഷം രാത്രി ജലാലുദ്ദീൻ താമസിക്കുന്ന കായംകുളത്തെത്തി. ക്രൈം സീനിനായി കുളത്തിന് സമീപത്തെ പാടത്ത്
പങ്കജാക്ഷിയെ നിർത്തിയ ശേഷം വീട്ടിൽ നിന്നും വിഷം കലർത്തിയ ഭക്ഷണവുമായി തിരിച്ചു വന്നു. പാടത്തിരുന്ന് ഭക്ഷണം കഴിച്ച പങ്കജാക്ഷി കഴിച്ചു തീരും മുമ്പേ ഛർദ്ദിച്ച് അവശയായി മരിച്ചു വീണു. തുടർന്ന് മൃതദേഹത്തോടും മനസ്സാക്ഷി മരവിപ്പിക്കുന്ന ക്രൂരത. കറിക്കത്തിക്കൊണ്ട് വയർ കുത്തിക്കേറി, സാരി കൊണ്ട് കാലുകൾ രണ്ടും കൂട്ടിക്കെട്ടി, വേലിക്കല്ല് ശരീരത്തിൽ വെച്ച് കെട്ടി കുളത്തിലെറിഞ്ഞു. ഇവർ ബാക്കി വെച്ച ഭക്ഷണം പിന്നാലെ വന്ന പൂച്ച കഴിച്ചതും സമീപത്തെ സർപ്പക്കാവിൽ ചത്തുകിടന്നതും ജലാലുദ്ദീൻ അറിഞ്ഞില്ല. പ്രതി കുറ്റം സ്വയം ഏറ്റുപറഞ്ഞതോടെ അന്വേഷണ സംഘം പ്രതിയെ നിയമത്തിന് മുന്നിലെത്തിച്ചു. 4 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ചത്തപൂച്ച തെളിയിച്ച കേസ് കേരള പോലീസിന്റെ അന്വേഷണ മികവ് കൂടിയാണ് വിലയിരുത്തുന്നത്. പഴികളേറെ കേട്ടിട്ടും തെല്ലിട പിന്നോട്ടു പോകാതെ ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിച്ച ഈ സംഭവം അന്വേഷണ വഴിയിലെ ഒരു പാഠപുസ്തകം കൂടിയാണ്.